താൻ ചായ കുടിച്ചോ? രുദ്രൻ ചോദിച്ചതും ഏതോ ഗുഹയിൽ നിന്ന് കേൾക്കും പോലെയാണ് അവൾക്ക് തോന്നിയത്. കുടിച്ചു. ദക്ഷ പതിയെ ചുണ്ടനക്കി. ഞാൻ വിളിക്കാം. അവൻ പറഞ്ഞതും അവൾ തലകുലുക്കി. പെട്ടെന്ന് രുദ്രൻ്റെ കോൾ കട്ടായി. സുനതയും ഷാജിയുമൊക്കെ പിന്നെയും കുറേയേറെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ചായയൊക്കെ കുടിച്ചിരുന്നു. ആ സമയത്ത് പത്മാവതി അമ്മ എഴുന്നേറ്റ് വന്നു. എൻ്റെ മക്കളെ, വെറുതെ അങ്ങ് കിടന്നതാ, ഉറങ്ങിപ്പോയി. ലക്ഷ്മി, നീ എന്താടി എന്നെ വിളിക്കാതിരുന്നത്? അവർ ലക്ഷ്മിയുടെ നേർക്ക് ശബ്ദമുയർത്തി. അത് കൊള്ളാം, രാത്രി മുഴുവൻ ന്യൂ ജനറേഷൻ പിള്ളേരെ പോലെ കൊറിയൻ ഡ്രാമ കണ്ടുകൊണ്ടിരുന്നിട്ട് പകലിരുന്ന് ഉറക്കം തൂങ്ങുവാണ്. ഇതൊക്കെയാണ് അമ്മയുടെ പരിപാടി. എന്നിട്ട് എൻ്റെ നേരെ വഴക്കുണ്ടാക്കാൻ വരുന്നു. അമ്മ തരക്കേടില്ലല്ലോ. ലക്ഷ്മി പറയുന്ന കേട്ടതും സുനതയും ഷാജിയും പൊട്ടിച്ചിരിച്ചു. അമ്മ BTS ഫാനാണ്. അമ്മയുടെ കൊച്ചുമകൾ രണ്ടുപേരുമാണ് ഇതെല്ലാം ചുക്കാൻ പിടിച്ച് കൂടെ നിർത്തിയിരിക്കുന്നത്. ലക്ഷ്മി ഒരു കപ്പിലേക്ക് ചായ പകർന്ന് പത്മാവതി അമ്മയ്ക്ക് കൊടുത്തു. മോളെ ദക്ഷേ, നീ എപ്പോൾ ഒന്ന് കുട്ടി? രാജൻ വന്നിരുന്നോ നിന്നെ കൂട്ടാനായി? രാജേട്ടൻ വന്നു അമ്മമ്മേ. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വല്യച്ഛനും വല്യമ്മയും എത്തി. സുനിത അങ്ങോട്ട് വരുമെന്ന് കരുതി ഞങ്ങൾ കുറേ കാത്തിരുന്നു. എന്തേ ഇറങ്ങിയില്ല? നിനക്ക് വഴി അറിയത്തില്ലേ പെണ്ണെ? പാതി കളിയായും പാതി കാര്യമായും പറഞ്ഞുകൊണ്ട് രാധവല്യമ്മ അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. പെട്ടെന്ന് ദക്ഷ ചാടി എഴുന്നേറ്റു. എന്നിട്ട് അടുക്കളയിലേക്ക് സാവധാനം നടന്നുപോയി. അത് കണ്ടതും രാധ മുഖം വെട്ടിത്തിരിച്ച് സുനന്ദയും ഷാജിയും ശ്രദ്ധിച്ചു. എല്ലാവരും ചായയൊക്കെ കുടിച്ച് കഥകൾ പറഞ്ഞിരിക്കുകയാണ്. കൂട്ടത്തിൽ പാർവതിയുടെ വിവാഹകാര്യവും ഷാജി എടുത്തിട്ടു. പിന്നീട് അതായി അവരുടെ ചർച്ച. നാട്ടിൽ വെച്ച് തന്നെ വിവാഹം നടത്താനാണ് ഷാജിയുടെ പദ്ധതി. ബാക്കിയുള്ളവരൊക്കെ അത് സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. കാരണം കോഴിക്കോട് വരെ എല്ലാവർക്കും പോകുകയെന്ന് വെച്ചാൽ ഇത്തിരി ചടങ്ങുള്ള പണിയാണ്. അതുകൊണ്ട് ഇവിടെ നടത്താമെന്ന് പറഞ്ഞു. നമ്മുടെ രുദ്രനും ഏതെങ്കിലും നല്ല കുടുംബത്തിൽ നിന്നും വിവാഹാലോചന വരുമായിരുന്നു. ഇതിപ്പോൾ കണ്ടോ, പാർവതിക്ക് നമ്മുടെയൊക്കെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ചെക്കനെ കിട്ടിയില്ലേ? ഇവിടുത്തെ അവസ്ഥയൊന്നും ഓർത്തേ. രുദ്രൻ ഒറ്റ മകനേ ഉള്ളൂ. അവന് മാത്രമാണ് ഇതുപോലൊരു ബന്ധം വന്ന് ചേർന്നത്. ദക്ഷയ്ക്ക് കേൾക്കാൻ പാകത്തിന് ശബ്ദമുയർത്തി തന്നെയാണ് രാധ സംസാരിച്ചത്. പെട്ടെന്ന് എല്ലാവരും വല്ലാതായി. അടുക്കളയിൽ നിന്ന് ദക്ഷയുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി. ഇന്ന് ഞങ്ങളൊരു സംഭവം അറിഞ്ഞു. ഇവിടെ പറയരുതെന്ന് കരുതിയാ വന്നത്. എന്നാലും എൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ് ലക്ഷ്മി. അതുകൊണ്ടാണിത് പങ്കുവയ്ക്കുന്നത്. ദക്ഷയുടെ അച്ഛൻ വിശ്വനാഥൻ അത്ര നല്ലവനൊന്നുമല്ല. അയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി അരുതാത്ത ബന്ധമുണ്ട്. രാധ ശബ്ദം താഴ്ത്തി പറഞ്ഞതും ഭർത്താവ് രാമേന്ദ്രൻ അവരെ വഴക്കു പറഞ്ഞു. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഇവിടെ ഇതൊക്കെ വിളമ്പേണ്ട കാര്യമുണ്ടോടി? അയാൾ ഭാര്യയെ നോക്കി ആക്രോശിച്ചു. രാധയെടുത്തി, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആ കുട്ടി എങ്ങാനും കേട്ടാൽ എത്ര വിഷമം വരും അവൾക്ക്. പാവം. ലക്ഷ്മിക്ക് ചെറുതായി ദേഷ്യം വന്നു. ഞാനുള്ളത് പറഞ്ഞെന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് തിരക്കി നോക്ക്. അല്ലെങ്കിലും ആ പെണ്ണിനെ നീ ആദ്യമായിട്ട് കാണുമല്ലേ സുനന്ദേ? അതിൻ്റെ കോലം കണ്ടോ? ഇവളുടെ ചേട്ടത്തിപ്പണ്ണി മിടുക്കിയായിരുന്നു. രുദ്രന് കൊണ്ടു നടക്കാൻ പറ്റുന്ന ചന്തമൊക്കെ അവൾക്കുണ്ടായിരുന്നു. ഇതിനെ ഒന്ന് നോക്ക്. നമ്മുടെ കുടുംബത്തിൽ ഇത്രയും സൗന്ദര്യമില്ലാത്തൊരു പെണ്ണ് വന്നിട്ടില്ല. ശരിയല്ലേ? ശോ, എൻ്റെ രാധയെടുത്തി എന്തൊക്കെയാണ് ഈ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്? ദക്ഷയെ കാണാൻ എന്താണ് അത്ര ഭംഗി? എനിക്ക് ഷാജിയേട്ടന് ഒരുപാട് ഇഷ്ടമായി. സുനന്ദ പറഞ്ഞതും രാധയുടെ മുഖം ഇരുണ്ടു. രുദ്രന് ഇഷ്ടപ്പെട്ട ആ കുട്ടിയെ വിവാഹം കഴിച്ചതല്ലേ? ഇനി എന്തിനാ ഇങ്ങനത്തെ സംസാരം? വന്നു കയറിയ പെൺകുട്ടികളുടെ മനസ്സ് നമ്മൾ വിഷമിപ്പിക്കരുത് രാധേ. പത്മാവതിയമ്മ പറഞ്ഞു. ഇവൾക്ക് യാതൊരു പണിയില്ല. ആരെങ്കിലും പറയുന്ന കേട്ട് പരദൂഷണവും കൊണ്ട് നടക്കുക കുടുംബം തകർക്കാൻ. ലക്ഷ്മിയുടെ അമ്മേ, അതിന് രുദ്രൻ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതാണെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? മറ്റേ പെണ്ണൊരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അതുകൊണ്ട് ആ നാണക്കേടിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് രുദ്രൻ ആ കുടുംബത്തിലെ തന്നെ ഒരെണ്ണത്തിനെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നത്. അല്ലാണ്ട് ഇഷ്ടമൊന്നുമില്ല. രുദ്രൻ ദക്ഷയോട് സംസാരിക്കാറ് പോലുമില്ല. പിന്നെയാ രാധ
അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തെളിയിക്കാൻ വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. അവരുടെ സംസാരം മുഴുവൻ കേട്ടുകൊണ്ട് അടുക്കളയിലെ ഒരു ചുവരിൽ ചാരി നിൽക്കുവാണ് ദക്ഷ. എൻ്റെ മകന് ദക്ഷയെ ജീവനാണ്. രാധേടത്തിക്ക് ഇതൊന്നും ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. ആ കുട്ടി ഞങ്ങൾക്ക് കിട്ടിയ നിധി തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. പറഞ്ഞുകൊണ്ട് ലക്ഷ്മി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. അവർ ചെന്നപ്പോൾ കണ്ടു എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ദക്ഷയെ. മോളെ, ലക്ഷ്മി വന്നിട്ട് അവളുടെ തോളിൽ പിടിച്ചു. എൻ്റെ പേരും പറഞ്ഞ് ലക്ഷ്മിയമ്മ വല്യമ്മയായിട്ട് പിണങ്ങാനിട വരരുത്. വല്യമ്മ പറഞ്ഞൊക്കെ സത്യം തന്നെയല്ലേ? ശരിക്കും രുദ്രേട്ടന് എന്നോട് യാതൊരു സ്നേഹവുമില്ലമ്മേ. അവൾ അവരെ നോക്കി ഒന്നും മന്ദഹസിച്ചു. അപ്പോഴേക്കും സുനന്ദയും അവരുടെ അടുത്തേക്ക് വന്നു. മോളെ, കാര്യം എൻ്റെ ഏട്ടത്തിയാണ്. എന്നാലും അവരുടെ വാക്കുകൾ കേട്ടൊന്നും മോള് തളരരുത്. രുദ്രൻ്റെ ജീവിതത്തിൽ വന്നു ചേരേണ്ടത് നീ മാത്രമായിരുന്നു. അതുകൊണ്ട് ബാക്കിയൊക്കെ ഒരു നിമിത്തമായി എന്ന് കരുതിയാൽ മതി കേട്ടോ. സുനന്ദ പറഞ്ഞതും ദക്ഷ ഒന്ന് ചിരിച്ചു. കുഴപ്പമില്ല ചെറിയമ്മേ, എനിക്ക് വിഷമമൊന്നുമില്ല. എൻ്റെ മോളെ, നിന്നെ കുറച്ചു മുന്നെയാണ് ഞാൻ ആദ്യമായി കണ്ടത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി മോളെ. ഞാൻ ഷാജിയേട്ടനോട് പറയുകയും ചെയ്തു, എന്ത് നല്ലൊരു പെരുമാറ്റമാണ് ആ കുട്ടിയുടേതെന്ന്. നിന്നെ കാണാനും സുന്ദരിയാണ്. നിന്റെ സ്വഭാവവും പെരുമാറ്റവും അതിനേക്കാൾ സൗന്ദര്യമുള്ളതും. രുദ്രൻ്റെ പുണ്യമാണ് നീ. സുനന്ദ ദക്ഷയെ കെട്ടിപ്പിടിച്ച് അവളുടെ കവളിൽ ഉമ്മ കൊടുത്തു. സത്യത്തിൽ ദക്ഷയ്ക്കാണെങ്കിൽ കരച്ചിൽ വരുന്നുണ്ട്. ലക്ഷ്മിയമ്മയ്ക്ക് തന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് അവൾക്കറിയാം. അതുപോലെ തന്നെയാണല്ലോ സുനന്ദ ചെറിയമ്മയുമെന്ന് അവൾ ഓർത്തു. ലക്ഷ്മി, ഞങ്ങൾ ഇറങ്ങുവാട്ടോ. സുനന്ദ വരുന്നുണ്ടോ വീട്ടിലേക്ക്? രാധ അടുക്കളയിലേക്ക് വന്ന് തല അകത്തേക്ക് ഇട്ടുകൊണ്ട് ഉറക്കെ ചോദിച്ചു. നാളെ വരാൻ എടുത്തി. ഇന്നിപ്പോൾ നേരെ ഇത്രയായില്ലേ? ആ ശരി, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ പറഞ്ഞുകൊണ്ട് രാധയും രാമചന്ദ്രനും എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. അന്ന് മുഴുവനും ദക്ഷ ആകെ വിഷമത്തിലായിരുന്നു. ചെറിയച്ഛനും ചെറിയമ്മയുമൊക്കെ തന്നെക്കുറിച്ച് എന്ത് കരുതി കാണുമെന്ന് അവൾ ഓർത്തു. അതായിരുന്നു അവൾക്കേറെ ദുഃഖം. രുദ്രേട്ടൻ തന്നെ ഇഷ്ടപ്പെട്ടല്ല വിവാഹം കഴിച്ചത്. അതാണ് രാധവല്യമ്മയ്ക്ക് ഇത്രയധികം പ്രശ്നമുണ്ടാക്കിയത്. ദക്ഷ സങ്കടത്തോടെ മുറിയിലിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽക്കേയുള്ള ഓരോ സംഭവങ്ങൾ അവൾ ഓർത്തു. എന്തിനാണ് വല്യമ്മയെ മാത്രം പറയുന്നത്? തന്നോട് വെറുപ്പ് കാണിച്ചത് മുഴുവനും രുദ്രേട്ടനല്ലേ? എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ അടിച്ചതും പക വീട്ടാൻ വിവാഹം കഴിച്ചതാണെന്ന് പറഞ്ഞതും ഏട്ടൻ തന്നെയാണ്. വാതിൽ ആരോ കൊട്ടിയതും ദക്ഷ ചാടി എഴുന്നേറ്റു. അത്താഴം കഴിക്കാൻ അമ്മ വന്ന് വിളിച്ചതാണ്. അവൾ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. മോളെ, എൻ്റെ കുട്ടി വിഷമിച്ചിരിക്കുവാണോ? ഏയ്. അവൾ അവരെ നോക്കി ഒന്നും മന്ദഹസിച്ചു. എനിക്ക് നിന്റെ മനസ്സറിയാൻ കുട്ടി. അവർക്കൊക്കെ വേണ്ടി അമ്മ നിന്നോട് ക്ഷമ പറയുവാണ്. ലക്ഷ്മിയമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും കേട്ടോ. അവർ താഴേക്ക് വന്നപ്പോൾ സുനന്ദ ഭക്ഷണമൊക്കെ എടുത്തു വെച്ചു. ദക്ഷ അവരെയൊക്കെ നോക്കി ഒരു വിളറിയ ചിരി ചിരിച്ചു. എന്നിട്ട് എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് അത്താഴം കഴിച്ചു. അടുക്കള ഒതുക്കി വൃത്തിയാക്കാൻ സഹായിച്ചു. ശേഷം തിരികെ ഹോളിൽ വന്നു. ചെറിയമ്മേ, ഞാൻ മുകളിലേക്ക് പോയിക്കോട്ടെ? പോയി കിടന്നുറങ്ങിക്കോ മോളെ. ഗുഡ് നൈറ്റ്. സുനന്ദയാണ്. ദക്ഷ പോയതും ലക്ഷ്മി തൻ്റെ ഫോൺ എടുത്തു. രുദ്രൻ്റെ നമ്പറിൽ വിളിച്ചു. ഹലോ അമ്മേ. ആ മോനെ, നീ കിടന്നോ? ഇല്ലമ്മേ, കിടക്കാൻ തുടങ്ങുവാ. എന്താ അമ്മേ? സംഭവിച്ച കാര്യങ്ങളൊക്കെ അവർ രുദ്രനെ പറഞ്ഞു കേൾപ്പിച്ചു. എൻ്റെ കുട്ടി എല്ലാവരുടെയും മുൻപിൽ എത്രമാത്രം വിഷമിച്ചു. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുമായിരുന്നു. അല്ലേലും ആർക്ക് വേണേലും എന്തു വേണേലും പറയാലോ. നീയല്ലേ അതിനുള്ള അനുമതി ഏട്ടത്തിക്ക് കൊടുത്തിരിക്കുന്നത്. വായിൽ വന്നതെല്ലാം മകനെ വിളിച്ചു പറഞ്ഞിട്ട് ലക്ഷ്മി ഫോൺ കട്ട് ചെയ്തു. ഈ സമയത്ത് ദക്ഷ അടക്കി പിടിച്ച തേങ്ങൽ മുഴുവനും ആ തലയിണയിൽ അവളുടെ കണ്ണീരായി പകർത്തുകയായിരുന്നു. പെട്ടെന്നാണ് അവളുടെ ഫോൺ ഇരമ്പിയത്. നോക്കിയപ്പോൾ രുദ്രൻ്റെ കോൾ വന്നുവെങ്കിലും ദക്ഷ അത് അറ്റൻഡ് ചെയ്യുവാനോ അവനോട് സംസാരിക്കാനോ തുനിഞ്ഞില്ല. അവിടെ കിടന്ന് അടിക്കട്ടെ എന്ന് അവൾ ഓർത്തു. 5 പ്രാവശ്യം രുദ്രൻ അവളെ ഫോണിൽ വിളിച്ചു.
എന്നിട്ടും ദക്ഷ എടുത്തില്ല. ലക്ഷ്മിയാണെങ്കിൽ അമ്മയോടൊപ്പം കിടക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് അവരുടെ ഫോണിലേക്ക് രുദ്രൻ വിളിച്ചത്. ഹലോ, എന്താ മോനെ? അമ്മേ, ദക്ഷയെ ഞാൻ വിളിച്ചിട്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അമ്മ ഈ ഫോണൊന്നു കൊണ്ടേ കൊടുക്കുമോ? രുദ്രൻ ആവശ്യപ്പെട്ടതും ലക്ഷ്മി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെന്നപ്പോൾ ദക്ഷ ഡോർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. മോളെ ദക്ഷ! ലക്ഷ്മി വാതിൽ കൊട്ടി വിളിച്ചു. കണ്ണുമുഖവും അമർത്തി തുടച്ചിട്ട് ദക്ഷ വന്നിട്ട് വാതിൽ തുറന്നു. മോള് കിടന്നായിരുന്നോ? ഇല്ലമ്മേ. എന്താ? രുദ്രനാണ് മോളെ, നിന്നോട് സംസാരിക്കണമെന്ന്. ലക്ഷ്മി തൻ്റെ കയ്യിലിരുന്ന ഫോണ് അവളുടെ നേർക്ക് നീട്ടി. ഒരല്പം പതർച്ചയോടെ ദക്ഷ ഫോൺ മേടിച്ച് കാതിലേക്ക് ചേർത്തു. ഹലോ. അവളുടെ ശബ്ദം കേട്ടതും ദക്ഷ കരയുകയാണെന്ന് രുദ്രന് മനസ്സിലായി. ദക്ഷ, ഞാൻ നിൻ്റെ ഫോണിലിപ്പോൾ വിളിക്കും, കോൾ അറ്റൻഡ് ചെയ്തും കേട്ടോ പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടി കാക്കാതെ രുദ്രൻ കോൾ കട്ട് ചെയ്തു. ദക്ഷ ഫോണ് ലക്ഷ്മിയമ്മയുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. മോളെ. ലക്ഷ്മി എന്തോ പറയാൻ തുടങ്ങിയതും റൂമിലിരുന്ന് ദക്ഷയുടെ ഫോൺ റിങ് ചെയ്തു. രുദ്രനാണ്. മോള് പോയി എടുത്ത് സംസാരിക്കുക. ലക്ഷ്മി താഴേക്ക് ഇറങ്ങിപ്പോയി. വാതിലടച്ച് കുറ്റിയിട്ടിട്ട് ദക്ഷ ഫോൺ എടുത്തു. അപ്പോഴേക്കും ആദ്യത്തെ കോൾ കട്ടായിരുന്നു. വീണ്ടും ഫോൺ റിങ് ചെയ്തതും ദക്ഷ അതെടുത്തു. ഹലോ, ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നത് നിന്നെ? നീ എന്താ ഉറങ്ങിപ്പോയിരുന്നോ? രുദ്രൻ്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം ദക്ഷ ഫോണിലൂടെ കേട്ടു. അവൾ മറുപടിയൊന്നും അവനോട് പറയാൻ തുനിഞ്ഞില്ല. ദക്ഷ, ഞാൻ ചോദിക്കുന്നത് നിനക്ക് കേൾക്കത്തില്ലേ? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എനിക്ക് രുദ്രേട്ടനോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. അതെന്താ താല്പര്യമില്ലാത്തത്? അതങ്ങനെയാണ്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. എനിക്കൊന്നും കേൾക്കുകയും വേണ്ട, എന്നോട് തൽക്കാലം ഒന്നും പറയുകയും വേണ്ട. എൻ്റെ ജീവിതം ഞാനായിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ആക്കിയത്. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തിയെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ നടന്നു. എന്നിട്ട് ഒടുവിൽ അവൾ ഒളിച്ചോടി പോയതിന് എനിക്കായി കുറ്റം മുഴുവൻ. നിങ്ങളുടെ വീട്ടുകാരുടെ മുൻപിൽ ഞാനാണല്ലോ തെറ്റുകാരി. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി തിരുത്താനൊന്നും പോകുന്നില്ല. എന്തായാലും നാളെ വൈകുന്നേരം സ്കൂളിൽ പോയിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകും. അതിന് യാതൊരു മാറ്റവുമില്ല രുദ്രേട്ട, ദക്ഷ തീർത്തു പറഞ്ഞു. രുദ്രനാരായണൻ്റെ ഭാര്യയാണ് നീയെങ്കിൽ നീ എവിടേക്കും പോകില്ല. അല്ലല്ലോ, പിന്നെന്താ? അല്ലേ? ഒരു മഞ്ഞ ചരടി താലി കോർത്ത് കഴുത്തിലേക്ക് കെട്ടിയിട്ട് ഇവളെൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ നാട്ടുകാരൊക്കെ വിശ്വസിക്കും. നിങ്ങൾ സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്. ഇവിടെ ഈ വീട്ടിൽ എന്നെ കൊണ്ടുവന്ന ശേഷം നിങ്ങൾ എത്രമാത്രം കുത്തുവാക്ക് പറഞ്ഞു, എന്നെ ദ്രോഹിച്ചു. വിവാഹം കഴിഞ്ഞ അന്ന് നിങ്ങളെൻ്റെ കരണത്തടിച്ചു. അതും ഈ കുടുംബത്തിലെ എല്ലാ ആളുകളും നോക്കി നിൽക്കെ. നിങ്ങളുടെ വല്യമ്മ പറയുന്നതിൽ എന്താണ് തെറ്റ്? രുദ്രനാരായണന് ദക്ഷയോടുള്ള സ്ഥാനം എന്താണെന്നുള്ളത് മറ്റാർക്കും അറിയില്ലെങ്കിലും ആ സ്ത്രീക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന് ഓർത്തായിരിക്കും ആ സ്ത്രീ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്. പറയുമ്പോൾ അവളെ കിതച്ചു. ഈ വിവാഹം നടത്തിയപ്പോൾ നിങ്ങളൊരൊറ്റ ഡിമാൻഡേ വെച്ചിട്ടുള്ളൂ, നിങ്ങളുടെ പണം തിരിച്ചു കിട്ടണമെന്ന്. എൻ്റെ അച്ഛൻ ആ പണം തിരികെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മടങ്ങിപ്പോവാൻ എനിക്കാരുടെ സംശയം വേണ്ട. ഞാൻ ഉറപ്പായും നാളെ വൈകിട്ട് പോയിരിക്കും, അതിലൊരു മാറ്റവുമില്ല. ഇനി രുദ്രേട്ടൻ ഇതൊന്നും അറിഞ്ഞില്ല കേട്ടില്ലെന്ന് പറയരുത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പിന്നെ അനന്തൻ, ആ ഒരു ശല്യത്തിൽ നിന്നും എന്നെ രക്ഷിച്ചത് നിങ്ങളാണ്. അതിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നുമുണ്ട്. ഓ, ഔദാര്യം! രുദ്രൻ ഫോണിലൂടെ ചിരിക്കുന്നത് ദക്ഷ കേട്ടു. പുച്ഛിക്കണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വയ്ക്കുമോ? എനിക്ക് കാലത്തെ സ്കൂളിൽ പോകണം. നീ ഒന്ന് വീഡിയോ കോളിൽ വന്നേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. പെട്ടെന്ന് അവൻ പറഞ്ഞു. തുടരും.